വലിയ ആവേശം. നമ്മൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ, വിക്ടറി പരേഡൊക്കെ പല ഫുട്ബോൾ ലോകത്താകട്ടെ അത് സ്ഥിരമാണ്. ക്രിക്കറ്റിലാകട്ടെ ഇന്ത്യയുടെയൊക്കെ ലോകകപ്പ് വിജയത്തിന് ശേഷമൊക്കെ ഇത് കണ്ടതാണ്. പക്ഷേ ബംഗളൂരുവിൽ അത് കൃത്യമായി നടപ്പാക്കാൻ ആർക്കും സാധിച്ചില്ല. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നതാണ് ചോദ്യം. തീർച്ചയായും. അതായത് നമുക്കറിയാം, ബംഗളൂരു നഗരം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരക്കേറിയ ട്രാഫിക് ബ്ലോക്കുള്ള ഒരു പ്രധാനപ്പെട്ട വലിയ സ്ഥലങ്ങളിലൊന്നാണ് ബംഗളൂരു മെട്രോ നഗരമാണ്. അവിടെ ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത് 8 ലക്ഷം ആളുകളെങ്കിലും വന്നിട്ടുണ്ടാകുമെന്നാണ്. 8 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 ലക്ഷമാണ് ഇന്നലത്തെ കണക്ക്. ഇത് 8 ലക്ഷമാണെങ്കിൽ സ്വാഭാവികമായും തന്നെ ബംഗളൂരു നഗരത്തിന് ശ്വാസം വിടാൻ പറ്റാത്ത രൂപത്തിലുള്ള ട്രാഫിക് ബ്ലോക്കും തിരക്കുകളും ഉള്ളതാണ്. ലോകപ്രസിദ്ധമാണത്. ഇലക്ട്രോണിക് സിറ്റിയൊക്കെ മണിക്കൂറുകളോളം ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അവിടേക്കാണ് ഈ 8 ലക്ഷം ആളുകൾ വരുന്നത്. അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ സർക്കാർ, പോലീസ്, മറ്റ് സംവിധാനങ്ങളൊന്നും തയ്യാറായിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അക്കാര്യത്തിൽ വേറെ തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷേ അത് കഴിഞ്ഞ ദിവസം, അതായത് ഈ വിജയം ആഘോഷിച്ച ചൊവ്വാഴ്ച രാത്രി മുതൽ തന്നെ ബംഗളൂരു നഗരം, ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും വിളിച്ചു ചോദിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് രാത്രി 11:30 മണി മുതൽ ബംഗളൂരു നഗരം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. ഇതറിയാവുന്ന സർക്കാർ, ഇതറിയാവുന്ന പോലീസാണ് ആദ്യം പറഞ്ഞത്. നമുക്കറിയാം, നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഏതാണ്ട് 11 രാവിലെ ഈ വിക്ടറി പരേഡ് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അവസാന നിമിഷമാണ് DK ശിവകുമാർ വന്ന് പറയുന്നു വിക്ടറി പരേഡ് നടത്താമെന്ന് പറയുന്നു. ഇതിന് മുന്നേ തന്നെ ഏതാണ്ട് RCB, അതായത് ആരാണ് ഉത്തരവാദി എന്ന ചോദ്യത്തിന് സർക്കാർ ഉത്തരവാദിയാണ്, പോലീസ് ഉത്തരവാദിയാണ്. അത് മാത്രമല്ല, ഒരു ടീം മാനേജ്മെൻറ്റ് നിലയിൽ അല്ലെങ്കിൽ ആരാധകരെ ഒന്ന് ശമിപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി തിരക്ക് പിടിച്ച് ഇങ്ങോട്ട് വരരുത് എന്ന് പറയേണ്ട ഒരു ബാധ്യത ടീം മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ ചെയ്തത് നിങ്ങൾ വിക്ടറി പരേഡിന് വരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റർ പുറത്തുവിടുകയാണ് ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെ. അങ്ങനെ സ്വാഭാവികമായും ആൾക്കൂട്ടം വലിയ ആവേശഭരിതരാകുന്നു.